സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതി വട്ടം എന്നാക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ച ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. എന്നെ കൊണ്ട് തോറ്റു. നാലാളെ കണ്ട അവന്റെ തലക്ക് ഭ്രാന്താണെന്ന് അറിയത്തില്ലേ? വെറുതെ തള്ളിയിട്ട് വരാം. അധിനിവേശത്തിന്റെ ഭാഗമായിട്ടാണ് സുൽത്താൻ ബത്തേരി എന്ന പേര് വന്നതെന്നും പേരുമാറ്റം അനിവാര്യമാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു. കൊടുങ്കാറ്റിൽ ആന മാറിപ്പോയപ്പോഴും അവന്റെ അമ്മായപ്പന്റെ കോണവും മാറിയ കഥ. സുൽത്താൻ ബാറ്ററി അല്ല സർ, അത് ഗണപതി വട്ടമാണ്. ആർക്കാ അറിയാത്തത്? സുൽത്താൻ വന്നിട്ട് എത്ര കാലായി? ആരാണെന്ന് നാട്ടുകാർക്കൊക്കെ അറിയാം. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ? അതിന് മുമ്പ് ആ സ്ഥലം ഉണ്ടായിരുന്നില്ലേ? അതിന് പേരുണ്ടായിരുന്നില്ലേ? അത് ഗണപതി വട്ടമാണ്. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? അങ്ങനെ അവരിപ്പ ലീഫ് തണ്ട ലീഫ് എന്ന് വെച്ചാ അദ്ദേഹം ഇവിടെ ജയിക്കില്ല, ജയത്തിന്റെ അടുത്ത് പോയി എത്തില്ല. 3ാം സ്ഥാനത്താണ് ശ്രീ സുരേന്ദ്രൻ. അതുകൊണ്ട് തന്നെ സുരേന്ദ്രൻ പറയുന്ന ഒരു വാക്കിനും പേരുമാറ്റത്തിനും ഒരു വിലയും നിലയുമില്ല. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഇന്നല്ലെങ്കിൽ നാളെ, അല്ലെങ്കിൽ മറ്റന്നാൾ ഞാനത് തെളിയിക്കും. ഇത് കേരളമാണെന്നും സുരേന്ദ്രൻ ജയിക്കാനോ ബത്തേരിയുടെ പേര് മാറ്റാനോ പോകുന്നില്ലെന്നുമായിരുന്നു ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ എന്തെങ്കിലും ഒന്ന് പറയടോ, ഇവിടെ എന്തെങ്കിലും ഒന്ന് പറയടോ. ഭാരത മാതാക്കി ജയ്. അതും ഇതുമായിട്ട് എന്താ ബന്ധം? താനല്ലേ പറഞ്ഞ എന്തെങ്കിലും ഒന്ന് പറയാൻ. സുരേന്ദ്രന്റെ ആഗ്രഹം ഇങ്ങനെ ഇന്ത്യയിലെ പുരാണ സംവിധാനങ്ങളുടെ ഭാഗമായിട്ടുള്ള പേര് നൽകാനും ചരിത്രപരമായ പേരുകൾ ഒഴിവാക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവൻ ഈ കുമ്പളങ്ങാമുറൻ ചെക്കൻ ഒരു സുഖമില്ലാത്ത കുട്ടിയാ. വിവരക്കേട് വിളിച്ചു പറയും. നിന്റെ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ഇല്ല. പിന്നെ എന്താ ഇതിന്റെ അർത്ഥം? രാഹുൽ ഗാന്ധിയുടെ മണ്ഡലം എന്ന നിലയിൽ ഇത്തരമൊരു ആവശ്യം ഉന്നയിക്കുക വഴി തന്റെ സ്ഥാനാർത്ഥിത്വം കൂടുതൽ ചർച്ചയാക്കാനാണ് സുരേന്ദ്രന്റെ നീക്കം. എനിക്കതല്ല, തലക്കോളം കിറക്കഞ്ഞ മനുഷ്യന്മാർ ഇങ്ങനെ കാണിച്ചു. അതേസമയം ബത്തേരിയുടെ പേരുമാറ്റ ചർച്ചയിൽ NDAയിലെ ഘടകകക്ഷികളാരും പ്രതികരിച്ചിട്ടുമില്ല. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. ഞാൻ അങ്ങോട്ട് ഇറങ്ങുവാ, അതാ നല്ലത്. ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ചുവന്ന സ്വിച്ച് അമർത്തി.